തേനിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വിരുദുനഗർ മണ്ഡലത്തിലേക്കാണ്. വിരുദുനഗറിന് കാമരാജിന്റെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് വിരുദുനഗർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വിരുദുനഗർ പലപ്പോഴും ഇങ്ങനെ പരാമർശ വിഷയമായി പോയിട്ടുണ്ട്. DMK, കോൺഗ്രസ്, MDMK, ഇടതു പാർട്ടികൾ ഇവർക്കൊക്കെ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് വിരുദുനഗറിൽ നടക്കുന്നത്. എന്നാലും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പും തുടങ്ങി രാജ്യത്ത് കാമരാജ് ഭരണം എന്നിവരെയുണ്ട് പ്രചാരണ വിഷയങ്ങളായി. തമിഴ്നാട്ടിലെ വിരുദുനഗർ മണ്ഡലം താര പോരാട്ടത്തിന് പേരുകെട്ട മണ്ഡലമാണ് വിരുദുനഗർ. പലരെയും വീഴ്ത്തിയതും വാഴ്ത്തിയതുമായ ചരിത്രം ഈ മണ്ഡലത്തിന് പറയുവാനുണ്ട്. സത്തൂറും ശിവകാശിയും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വിരുദുനഗർ മണ്ഡലത്തിന്റെ ചരിത്രം. പക്ഷേ മധുരയിലെ 40% വോട്ടുകളാണ് ഈ മണ്ഡലത്തിലെ വിധിയെ നിർണ്ണയിക്കുന്നത്. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും മധുരയുമായി ചേർന്ന് കിടക്കുന്ന വിരുദുനഗർ തമിഴ് രാഷ്ട്രീയത്തിൽ എന്നും കേൾവി കൊണ്ട ചരിത്രം പേറുന്നു. DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന B. മാണിക്കകം ടാഗോറിനെയാണ് ഇത്തവണയും ഇന്ത്യ മുന്നണി ഗോദയിൽ ഇറക്കിയിരിക്കുന്നത്. വിരുദുനഗർ മണ്ഡലത്തിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാകുന്നത് 2 തവണ MP ആയ മണിക്കം ടാഗോറാണ്. മണിക്കം ടാഗോർ 2019 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോയത്. സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു വിജയം തന്നെയാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. ഏതടിയൊഴുക്കുകളെയും തകിടം മറിക്കാൻ കഴിയുമെന്ന വിശ്വാസം കൂടി ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട്. പെരിയ തലവരായ കാമരാജിന്റെ മണ്ണിൽ മണിക് ടാക്കൂറിന് വീണ്ടും വിജയമുണ്ടാകുമെന്നും ഇവർ കണക്ക് കൂട്ടുന്നു. തമിഴകത്തിന്റെ സുപ്രീം സ്റ്റാർ ശരത് കുമാറിന്റെ ഭാര്യയും നടിയുമായ രാധിക ശരത് കുമാറാണ് BJP ടിക്കറ്റിൽ വിരുദുനഗറിൽ ജനവിധി തേടുന്നത്. രാധിക ശരത് കുമാറിന് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിഞ്ഞെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും നേട്ടമെന്ന് കണക്കുകൂട്ടുന്നു BJP ക്യാമ്പ്. വാനോളമുണ്ട് BJPയുടെ പ്രതീക്ഷ. താരത്തിളക്കമുള്ള രാധികയെ ഇറക്കിയതിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിലേറെ വോട്ട് നേടിയ TTV ദിനകരനെ ഒപ്പം കൂട്ടാനായതും BJPയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതാണ്. വിജയകാന്തിന്റെ മരണശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയാണ് പാർട്ടിയുടെ പ്രധാന പ്രചാരണ വിഷയം. മകൻ വിജയ് പ്രഭാകരനെ വിജയത്തിലേക്ക് കൈപിടിക്കാൻ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് DMDK ജനറൽ സെക്രട്ടറി കൂടിയായ പ്രേമലത വിജയകാന്താണ്. മുപ്പത്തിമൂന്നിന്റെ യുവത്വവുമായി എത്തുന്ന വിജയ് പ്രഭാകരന്റെ പ്രതീക്ഷ മുഴുവൻ അപ്പായോടുള്ള വോട്ടർമാരുടെ സ്നേഹവായ്പിലാണ്. വിരുദുനഗറിൽ 3 മുന്നണികൾക്കും വിജയത്തിനുള്ള തിരക്കഥ തയ്യാറാണ്. കോൺഗ്രസിനും DMKയ്ക്കും വേരോട്ടമുള്ള മണ്ണിൽ മത്സരം പോലുമില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. മധുരൈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന വിരുദുനഗർ മണ്ഡലത്തിൽ നിന്ന് ആര് ഡൽഹിയിലേക്ക് എത്തുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുടെയും മനസ്സിലുണ്ട്. 2 നാൾക്കപ്പുറം അവരതിൽ വിധി എഴുതും. തമിഴ്നാട്ടിൽ നിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം R. അരുൺ രാജ്, 24.